നമ്മുടെ സംസ്ഥാനത്ത് ആദിവാസി ജനവിഭാഗം നേരിടുന്ന ദുരവസ്ഥയെക്കുറിച്ച് അവരുടെ ദുരിത ജീവിതത്തെക്കുറിച്ചാണ് അടുത്ത വാർത്ത. കോഴിക്കോട് കുറ്റ്യാടി കാവിലുംപാറ ഓടങ്കാട് കോളനിയിലെ ആദിവാസികൾ കഴിയുന്നത് ചോർന്നൊലിക്കുന്ന വീടുകളിലാണ്. സ്ത്രീകളും കുട്ടികളുമടക്കം 10 കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ഇപ്പോഴും അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ കഴിയുന്നത്. പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വീട് നിർമ്മാണത്തിന് ഇതുവരെ സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ല. ഇങ്ങനെ കിടക്കുന്ന ഇവിടെ നടുവിൽ പൊട്ടിപ്പൊളിഞ്ഞ തറ, ചോർന്നൊലിക്കുന്ന മേൽക്കൂര, ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാവുന്ന ഭിത്തികൾ. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്ത ഈ വീടുകളിലാണ് സ്ത്രീകളും കുട്ടികളുമടക്കം 10 കുടുംബങ്ങൾ ജീവിക്കുന്നത്. കുറ്റ്യാടിക്കടുത്ത് കാവിലുംപാറ പഞ്ചായത്തിലെ ഓടംകാട് കോളനിയിലെ കുടുംബങ്ങളുടെ ദയനീയ കാഴ്ചക്ക് 4 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ഒരു പുറപ്പണിയെടുക്കും പറയും എൽസം കഴിയട്ടെ, 3-4 എൽസം കഴിഞ്ഞ് എന്നിട്ട് ഞങ്ങൾക്കൊരു പുരയില്ല. മഴയെല്ലാം പെയ്യുമ്പോൾ ഞങ്ങൾ ഇടിയെടുക്കുമ്പോൾ ഈ കോനയിൽ ഇവിടെ ഒന്നും കുത്തിരിഞ്ഞൂട. ഞങ്ങൾ അപ്പുറം പോയിവിടും, അല്ല മീത്ത പോയിവിടും. അങ്ങനെ ഞങ്ങൾ പോക്ക് ഇടിയെടുക്കുമ്പോൾ ഷോക്കടിക്കുന്നുണ്ട്. ഓരോ ദിവസവും കാറ്റിനെയും മഴയെയും ഭയന്നുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. മിക്ക വീട്ടിലും അടച്ചുറപ്പുള്ള വാതിലുകളോ ജനലുകളോ ഇല്ല. ഇവിടെ എല്ലാം കിടത്തുന്ന കുട്ടികളല്ല, ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നതാ. ഇതൊക്കെ ഇവിടെ എല്ലാം കുയ്യെല്ലാം വന്നിക്കതാ. അങ്ങനത്തെ അവസ്ഥയല്ല ഞങ്ങൾ. ഓരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്കായി പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചതാണ്. പദ്ധതിക്കായി 2.5 ഏക്കർ സ്ഥലവും ഏറ്റെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് 1,60,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് നൽകിയിട്ടുണ്ടെന്നും ടെൻഡർ ചെയ്യാനുള്ള സർക്കാർ ഉത്തരവിനായി കാത്തിരിക്കുകയാണെന്നുമാണ് കാവിലുംപാറ പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാറായ കൂര. ഓടങ്കാട് കോളനിക്കാർ താമസിക്കുന്ന വീടുകളുടെ അവസ്ഥയാണിത്. എത്രയും പെട്ടെന്ന് ഇവരുടെ പുനരധിവാസം യാഥാർത്ഥ്യമാക്കണം. ക്യാമറമാൻ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ 1 കോഴിക്കോട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഫൈസൽ നെടുമ്പാല തന്നെ തത്സമയം ചേരുകയാണ്. ഫൈസൽ, അവിടെ ഇവരുടെ ആദിവാസി വിഭാഗത്തിന്റെ പുനരധിവാസത്തിനായി സർക്കാർ പ്രത്യേക പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് വീട് നിർമ്മാണത്തിനുള്ള അനുമതി വൈകാൻ കാരണമാകുന്നത്? ദിവ്യ, ഏറെ ദയനീയമാണ് ഈ ഓടങ്കാട് കോളനിക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതുപോലെ തന്നെ പൊളിഞ്ഞു വീഴാറായ വീടുകളിൽ ഏത് നിമിഷവും നിലംപതിക്കാവുന്ന ഒരു അവസ്ഥയാണ്. ദൃശ്യം ഇപ്പോൾ ദിവ്യ ഇപ്പോൾ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് പുനരധിവാസം വൈകുന്നത് എന്നുള്ളത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവർക്കായി ആനക്കുളം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് 2.5 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പദ്ധതിയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ വീടുകളും അംഗൻവാടി, പ്രാഥമികാരോഗ്യ കേന്ദ്രം, കളിസ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഓരോ കുടുംബത്തിനായി 25 സെന്റ് സ്ഥലം വീതം അനുവദിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാനായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. ഇതിനായി 1,60,00,000 രൂപയുടെ എസ്റ്റിമേറ്റും പഞ്ചായത്ത് ട്രൈബൽ വകുപ്പിന് കൈമാറിയിട്ട്. പക്ഷേ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടിക്കായി സർക്കാരിൻ്റെ ഉത്തരവിനായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. ഈ സർക്കാരിൻ്റെ ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടിയിലേക്കും മറ്റ് നിർമ്മാണ പ്രവർത്തികളിലേക്കൊക്കെ കടക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏറെ ദയനീയമാണ്. ഓരോ ദിവസവും ഭയപ്പെട്ടുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു 10ഓളം കുടുംബങ്ങളാണ് ഈ വീടുകളിലുള്ളത്. ദിവ്യ, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നത് മാത്രമല്ല, ഇതിൻ്റെ പുറകുവശത്ത് വലിയൊരു പാറയുണ്ട്. ആ പാറയിൽ നിന്ന് ഉൾപ്പെടെ വെള്ളം ഇരച്ചെത്തി വീടുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഈ ഒരു സാഹചര്യത്തിലൂടെ ദയനീയമായി കൊണ്ട് കഴിയുന്ന ഒരു അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, ഇവരെ അടക്കം ചെയ്യാനുള്ള ഒരു സ്ഥലം പോലും ഇവർക്കില്ല എന്നുള്ളത് ഏറെ ദയനീയമാണ്. വീടിനോട് ചേർന്നുള്ള കുറഞ്ഞ ഭാഗങ്ങളാണ്. ആ ഭാഗത്ത് ഇവരെ മരിച്ചുപോയ ആളുകളെ അടക്കം ചെയ്യുന്നത് അടക്കമുള്ള സാഹചര്യമാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഇവർ ഈ ദുരിതജീവിതം അനുഭവിക്കുന്നുണ്ട്. ഈ വീടുകൾ 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച വീടുകളിലാണ് ഇവർ ഇപ്പോഴും കഴിയുന്നത്. 6 കുടുംബങ്ങൾ, ഈ 6 വീടുകളിലായിട്ടാണ് ഇപ്പോൾ ഇത്രയും കുടുംബങ്ങൾ. ഒരു വീട്ടിൽ പോലും 8ഉം 9ഉം ആളുകളൊക്കെ താമസിക്കുന്ന ഒരു കാഴ്ച. അവർ പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് ഒരു പുതിയ വീട്ടിലേക്ക് മാറാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കി തരണമെന്നാണ്. വളരെയധികം ഒരുപാട് ഉദ്യോഗസ്ഥരെയും നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പുനരധിവാസം ഉടൻ നടപ്പാക്കുമെന്ന് വാഗ്ദാനങ്ങൾ മാത്രം പറയുന്നതല്ലാതെ ഇതുവരെയുമായിട്ട് ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ദിവ്യ,
യെസ്, കോഴിക്കോട് കാവിലുംപാറയിലെ ആദിവാസി കുടുംബങ്ങളുടെ അവസ്ഥയാണിത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അവരുടെ ആ ഒരു ദുരിത ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തായാലും ഉടൻ തന്നെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയായി അവർക്ക് വീട് നിർമ്മാണം, അവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഫൈസൽ നെടുമ്പാലയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.